നമസ്കാരം. റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഡ്രൈവറും ഭാര്യയും മുങ്ങിയത് അറസ്റ്റ് ഭയന്നെന്ന് സംശയം. പോലീസ് ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും സംശയപട്ടികയിൽപ്പെടുത്തി പോലീസ് ചോദ്യം ചെയ്യൽ കടുപ്പിച്ചിരുന്നു. ഈ മാസം 7-ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഡ്രൈവർ രജിത് കുമാറിന്റെ ഭാര്യ തുഷാരയുടെ ഫോൺ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. 8-ന് വീണ്ടും ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇരുവരെയും കാണാതാകുന്നത്. 2023 ഓഗസ്റ്റ് 21-നാണ് മാമിയെ കാണാതാകുന്നത്. അന്ന് അവസാനമായി മാമി കണ്ടത് ഡ്രൈവറെയായിരുന്നു. ഇതിന് പിറകെയാണ് മാമിയെ കാണാതാകുന്നത്. കഴിഞ്ഞ മാസം 20 മുതൽ ക്രൈംബ്രാഞ്ച് സംഘം ഇടയ്ക്കിടെ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. 7-ാം തീയതി ഭാര്യയുടെ സഹോദരനോട് മക്കളെ സ്കൂളിൽ നിന്നും കൂട്ടുവാൻ രജിത്ത് പറഞ്ഞിരുന്നു. പിന്നീട് വീട് പൂട്ടിയിറങ്ങി. അന്ന് കോഴിക്കോട് KSRTC സ്റ്റാൻഡിനടുത്ത് ലോഡ്ജിൽ റൂം എടുത്തിരുന്നു. ഇന്നലെ രാവിലെയാണ് ലോഡ്ജ് വിട്ടുപോയത്. ഇവിടെ പോയി എന്ന് അറിയില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. രജിത് കുമാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. KSRTC സ്റ്റാൻഡിന്റെ മുന്നിലൂടെ രജിത് കുമാറും ഭാര്യയും നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് ഓട്ടോയിൽ കയറി പോകുന്നതും കാണാം. അതെവിടേക്കെന്നതിൽ വ്യക്തതയില്ല. ഇരുവരെയും കാണാനില്ലെന്ന് കാണിച്ച തുഷാരയുടെ സഹോദരൻ സുമൽജിത്താണ് നടക്കാവ് പോലീസിന് പരാതി നൽകിയത്. മാമിയെ കാണാതായതിന്റെ തലേന്ന് തലക്കോളത്തൂരിലെ ഓഫീസിൽ വെച്ച് മാമിയും രജിത്തും കണ്ടിരുന്നു. മാമിയുടെ അവസാന ഫോൺ ലൊക്കേഷൻ ലഭിച്ച ഇടത്തും രജിത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇതിന് പിറകെയാണ് അന്വേഷണം രജിത്തിൽ കേന്ദ്രീകരിച്ചത്. തന്നെയും ഭാര്യയും ചോദ്യം ചെയ്തതിന് പുറമെ കുട്ടികളെ കൂടി ചോദ്യം ചെയ്യാൻ നീക്കമുണ്ടെന്നും ഇത് തടയണമെന്നും ആവശ്യപ്പെട്ട് രജിത്ത് നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് രജിത്തിനെയും തുഷാരെയും കണ്ടെത്താൻ ശ്രമം തുടങ്ങിയതായും നടക്കാവ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ മുൻ മാനേജറുടെ മൊഴിയും വഴിത്തിരിവായിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനായി ഇരുവർക്കും ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നുവെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇരുവരും കയറിപ്പോയ ഓട്ടോറിക്ഷ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം മാമിയെ കാണാതായതുമായി ബന്ധപ്പെട്ട മുൻ മാനേജർ സോമസുന്ദരം ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയതും അന്വേഷണത്തിൽ വഴിത്തിരിവായിരുന്നു. മാമിയെ കാണാതായതായി 1 മാസത്തിനുള്ളിൽ സ്ഥലമിടപാടിന്റെ രേഖ ആവശ്യപ്പെട്ട് ഒരു സംഘം തന്റെ അടുത്തെത്തിയതായി ക്രൈംബ്രാഞ്ച് സംഘത്തിന് സോമസുന്ദരം മൊഴി നൽകിയിരുന്നു. ഒരു സംഘത്തിന്റെ എഗ്രിമെന്റ് തേടിയാണ് മാമിയുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള സംഘമെത്തിയത്. തിരൂർ പുളിക്കൽ സ്വദേശികളാണ് വന്നത്. എന്നാൽ മാമിയെ കാണാനില്ലാത്ത സാഹചര്യത്തിൽ തനിക്ക് സഹായിക്കാനാവില്ലെന്ന് വന്നവരോട് പറഞ്ഞതായി സോമസുന്ദരം പറഞ്ഞിരുന്നു. എഗ്രിമെന്റ് തന്റെ കയ്യിലുണ്ടെന്നും അഥവാ ഉണ്ടെങ്കിൽ മാമി അറിയാതെ തനിക്കൊന്നും ചെയ്യാനാകില്ലെന്നും പറഞ്ഞു. മാമി പരിചയമുള്ളയാളുടെ കൂടെയാണ് അവസാനമായി പോയതെന്നാണ് തന്റെ തോന്നലെന്നും അദ്ദേഹം അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരുന്നു. കാണാതായതിനു ശേഷം മാമിയുടെ ഫോണിൽ നിന്ന് വന്ന SMS സംബന്ധിച്ചും സോമസുന്ദരം അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. മാമിയെ കാണാതായതിനു ശേഷം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 22-ന് ഉച്ചവരെ അത്തോളി, പറമ്പത്ത്, തലക്കുളത്തൂർ ഭാഗത്തുള്ളതായി കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി 147 പേരെ ചോദ്യം ചെയ്തു. 1000-ലേറെ ഫോൺ കോളുകൾ പരിശോധിച്ചു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുടുംബം അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അന്വേഷണം കോഴിക്കോട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്.